ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സകല മനുഷ്യർക്കും, ആദ്യം ഒരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. എത്ര സന്തോഷമുള്ള വാക്കല്ലേ. സകല മനുഷ്യർക്കും ഭയം മാറി മഹാസന്തോഷം തരുന്ന ഒരു വാക്കാണ് യേശുവിന്റെ ജനനം. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചത്, പ്രിയരെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുനീരൊക്കെയും തുടച്ച്, നിങ്ങളുടെ ഭയമൊക്കെ മാറ്റി ദൈവത്തിൽ സന്തോഷമുള്ളവരായി തീരാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ക്രിസ്തു വന്നത്. എത്ര ഭയങ്കരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കല്ലേ. സകല പ്രപഞ്ചത്തെ നിർമ്മിച്ച സാക്ഷാൽ സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഇന്ന് പറയണം, ഞാൻ അനാഥനല്ല, ഞാൻ ആരുമില്ലാത്തവനല്ല. എനിക്ക് വേണ്ടി താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഫിലിപ്പോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, സന്തോഷിക്കുക. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വരുവാൻ കാണിച്ച ആ വൻ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുക. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. എന്റെ കൂടെ എന്ന് പറഞ്ഞു, എന്റെ യേശു എനിക്ക് വേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ അത്ഭുതങ്ങൾ കാണും. എന്റെ യേശു എനിക്ക് വേണ്ടി മഹാസന്തോഷം തരുവാൻ, ചെറിയ സന്തോഷമല്ല, ആശ്വാസമല്ല, മഹാസന്തോഷം തരുവാൻ എന്റെ കർത്താവ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. നന്ദി കർത്താവേ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവർ, തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, മാനസികമായി സന്തോഷിക്കാൻ കഴിയാതെ ഡിപ്രഷന്റെയോ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് സ്വന്തം കൈയെടുത്ത് സ്വന്തം ശരീരത്തിൽ വെച്ചിട്ട് പറ, യേശുവേ, ഞാൻ അങ്ങയുടെ മഹാസന്തോഷത്തെ സ്വീകരിക്കുന്നപ്പാ, ഞാൻ ഇനി ഭയപ്പെടത്തില്ല. കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. ഞാൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ സമാധാനത്തിലും സന്തോഷത്തിലും നിറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തിൽ നിറയുന്നു, ഞാൻ അത്ഭുതത്തിൽ നിറയുന്നു. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹാസന്തോഷം. യേശു ജനിച്ചു നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. നമ്മൾ കരയാനല്ല, ഭാരപ്പെടാനല്ല, ഭയപ്പെടാനല്ല, സന്തോഷത്തോടെ ഇരിക്കുവാൻ യേശു ജനിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.